സ്കീമിൽ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിനുള്ള രജിസ്ട്രേഷനാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. ഇത് ഏതിൻ്റെയൊക്കെയാണെന്ന് നോക്കുക. എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളുടെ സെക്കൻഡ് റൗണ്ട് അലോട്ട്മെൻറ്റിനും ആർക്കിടെക്ചറിൻ്റെ ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റിൻ്റെയും പ്രോഗ്രാമാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എഞ്ചിനീയറിംഗിൻ്റെയും ഫാർമസിയുടെയും രണ്ടാം ഘട്ടവും ആർക്കിടെക്ചറിൻ്റെ ഒന്നാം ഘട്ടവും. അതിൽ ആദ്യം തന്നെ ശ്രദ്ധിക്കുക, രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിന് ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമാണ്. ആദ്യഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ ഫീസ് അടച്ചിട്ടുണ്ടാവും. അതേപോലെ ആദ്യഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കൂട്ടരും എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സിൽ ഇനി നിങ്ങളുടെ ഹയർ ഓപ്ഷൻ, ബാക്കി നിൽക്കുന്ന ഓപ്ഷൻസ്, മേലെ നിൽക്കുന്ന ഓപ്ഷൻ പരിഗണിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യണം. ഇതിന് നിങ്ങൾ c.kerala.gov.in എന്നുള്ള സൈറ്റിൽ കയറി അവിടുത്തെ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് കയറി കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓപ്ഷൻ കൺഫർമേഷൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് വേണമെങ്കിൽ പുനഃക്രമീകരിക്കാം, മേലേക്കും താഴേക്കും ഒക്കെ ആക്കാം. ഇനി ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കാം. പുതിയതായിട്ട് വന്ന കോളേജ്, മുമ്പ് ആദ്യ റൗണ്ടിൽ ഉണ്ടായിരുന്ന കോളേജല്ല, പുതിയതായിട്ട് ഏതെങ്കിലും കോളേജോ കോഴ്സോ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ ആഡ് ചെയ്യുകയും ചെയ്യാം. ഇതിനുള്ള സമയം 16-ാം തീയതി വരെയാണ്. ഓഗസ്റ്റ് 16-ാം തീയതി 11:59 PM, രാത്രി 11:59 വരെ സമയമുണ്ടാവും. ഇനി രണ്ടാം ഘട്ടത്തിൽ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കും അനുബന്ധമായി ചേർത്തിട്ടുള്ള സർക്കാർ എയ്ഡഡ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കും ഒക്കെ പുതുതായിട്ട് കൊടുക്കാവുന്ന, പുതുതായിട്ട് ആഡ് ചെയ്തതിനൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻ വയ്ക്കാം. ഇനി ഒന്നാം ഘട്ടത്തിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാതിരുന്ന കുട്ടികൾക്കും ഇതിൽ ചെയ്യാവുന്ന. അപ്പോൾ നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കണമെന്നേ ഉള്ളൂ. പുതുതായി ഉൾപ്പെടുത്തിയ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. ആദ്യ റൗണ്ടിൽ പങ്കെടുക്കാത്തവർക്കും ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്ക് ആദ്യ റൗണ്ടിൽ അലോട്ട്മെൻറ്റ് കിട്ടിയവരും അലോട്ട്മെൻറ്റ് കിട്ടാത്തവരും സെക്കൻഡ് റൗണ്ടിൽ പരിഗണിക്കപ്പെടണമെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമാണ്. വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നിർബന്ധമാണ്. ഇനി ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിനെ തുടർന്ന് ടോക്കൺ ഫീ അടച്ച കുട്ടികളാണ്. അവർ രണ്ടാം ഘട്ടത്തിലേക്ക് ഓപ്ഷൻ കൊടുത്തില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഒന്നാം ഘട്ടത്തിലെ അലോട്ട്മെൻറ്റ് അവിടെ തന്നെ ഉണ്ടാവും, അത് നഷ്ടപ്പെടില്ല. ഇനി ഓപ്ഷൻ കൺഫർമേഷൻ നിങ്ങൾ നടത്തിയില്ലേ, നിങ്ങൾ അടുത്ത റൗണ്ടിലേക്ക് പരിഗണിക്കില്ല. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു സീറ്റ് ഉണ്ടെങ്കിൽ അതവിടെ ഉണ്ടാവും. അതേപോലെ ആർക്കിടെക്ചർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട കുട്ടികൾക്കും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ അതിൽ അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സർക്കാർ എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ ലിസ്റ്റ് ആ സ്കീമിൻ്റെ സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആ ലിസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി 16/8/2024 രാത്രി വരെ ലഭിക്കുന്ന ഓപ്ഷൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൻ്റെ താൽക്കാലിക അലോട്ട്മെൻറ്റ് 19-ാം തീയതി പബ്ലിഷ് ചെയ്യും. ഇനി എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫാർമസി കോഴ്സിൽ ഒന്നാം ഘട്ടത്തിൽ സീറ്റ് ഒന്നാം ഘട്ടത്തിൽ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അവർക്ക് ഒന്നാം ഘട്ടത്തിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദാവും സെക്കൻഡ് റൗണ്ടിൽ പുതിയ സീറ്റ് കിട്ടിയാൽ. ഇപ്പോൾ ഈ രണ്ടാം ഘട്ടത്തിൽ പുതിയ സീറ്റ് കിട്ടിയാൽ അവർക്ക് ആദ്യ ഘട്ടത്തിലെ സീറ്റ് പോകും കേട്ടോ, പിന്നെ അതിനകത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ പുതിയതായിട്ട് കിട്ടിയ കോളേജിൽ നിങ്ങൾ പ്രവേശനം നേടണം, ഇല്ലെങ്കിൽ അതും പോവും. പഴയത് എന്തായാലും പോവും പുതിയത് കിട്ടിയാൽ, അതും മറക്കരുത്. ഇതിനെ ഷെഡ്യൂൾ ഓർമ്മിപ്പിക്കുന്നു, 16-ാം തീയതി വരെയാണ്. ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നടത്താനും ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനും പുതിയതായിട്ട് വന്ന കോളേജുകൾ ആഡ് ചെയ്യാനും ആർക്കിടെക്ചറിൻ്റെ ഓപ്ഷൻ കൊടുക്കാനും ഒക്കെയുള്ള സൗകര്യം അവസാനിക്കുന്നതാണ് 16-ാം തീയതി. ആരംഭിക്കുന്നത് 13-ാം തീയതിയാണ്. അത് 16-ാം തീയതി വരെ ഉണ്ടാവും. ഇനി 19-ാം തീയതി ടെമ്പററി അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും, പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. 20-ാം തീയതി രണ്ടാം ഘട്ട ഫൈനൽ അലോട്ട്മെൻറ്റ് ആർക്കിടെക്ചറിൻ്റെ ഒന്നാം ഘട്ടവും പ്രസിദ്ധീകരിക്കും. 21 തുടങ്ങി 27 വരെയുള്ള സമയത്ത് വൈകിട്ട് 3 മണി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ ഫീസ് അടച്ച് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ പ്രവേശനം നേടണം. അതെങ്ങനെയാണ് എന്നുള്ളതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പം ഡീറ്റെയിൽ പറയാം. അപ്പോൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.